ഹൈ ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു ഈവനിങ് സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഈ ഒരു കപ്പിന് ഒരു 1.25 കപ്പ് അവൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവൽ, പിന്നെ കുറച്ച് മുളക് പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, കായംപൊടിയുണ്ട്, ഉപ്പുണ്ട്. നമുക്കിനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്, ഫ്ലെയിം ഓണാക്കി വെച്ചിരിക്കുകയാണ്. ചൂടായി തുടങ്ങി ഞാനിതിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അവൽ, ആ അവൽ ഇതിലോട്ട് ഇടുകയാണ്. ഇത് ഏകദേശം ഒരു 1.25 കപ്പ് അവലുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൂക്കണം. നന്നായിട്ട് മൂത്തിട്ടുണ്ട് കണ്ട, കിലുകിലെന്ന് വെച്ചാൽ കണ്ട, നന്നായിട്ട് മൂത്തു. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിരിക്കുകയാണ്, കാരണം എണ്ണ പോകണ്ട, അതിന് വേണ്ടിയാണ് ടിഷ്യൂ പേപ്പർ ഒരു പ്ലേറ്റിലോട്ട് വെച്ചിരിക്കുകയാണ് ഞാൻ. എന്നിട്ട് നമുക്ക് അതിലോട്ടിടാം. നിരത്തി കൊടുക്കാം. നമ്മൾ വറുത്തോട് നിരത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് വറുത്തോണ്ട് ബാക്കി കൂടെ നമുക്ക് വറുത്തെടുക്കാം. ഇട്ടിരിക്കുകയാണ്. ഏകദേശം 1.25 കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ആ കപ്പിൻ്റെ അളവ് കാണിച്ചു. നമ്മൾ സാധാരണ കഴിക്കില്ല കപ്പ്, ഈ അളവ് തന്നെ വേണം, നമുക്കിഷ്ടമുള്ള എടുക്കാം. ഞാനിപ്പോൾ കാണിച്ചതിൻ്റെ ഉദ്ദേശം അത്ര എടുക്കും. ഇതും അതുപോലെ മൂക്കട്ടെ. നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണ് ചീനിച്ചട്ടി. ഇതിലോട്ട് എണ്ണ കുറച്ച് ഉണ്ടായതുകൊണ്ട് അപ്പോൾ ഞാനൊരു കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇതിനകത്ത്. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടട്ടെ. ഇതും രണ്ടാമത് ഇട്ടതാണ്, അതും ആയിട്ടുണ്ട്. അത് നമുക്ക് എടുത്ത് മാറ്റാം. ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കിയിട്ടില്ല, ഇനി കുറച്ച് പണിയുണ്ട്. ഇത് ഓഫാക്കിയിട്ടില്ല. ഇതിലേക്ക് ഒരു 4 വറ്റൽമുളക്, ഉണക്കമുളക് എന്ന് പറയും, വറ്റൽമുളക്, അത് ഞാനൊന്ന് മുറിച്ചിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇടാം. കറിവേപ്പിലയും കൂടെ ഇട്ടു. നമുക്കിനി ഇത് ഓഫാക്കാം. എന്നിട്ട് നോക്കിയിട്ട് ഓഫാക്കി നമ്മളിതിൽ നിന്ന് ആ മുളക് എടുത്ത് ഇതിലോട്ടിട്ടു. മുളക് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിതൊരു വലിയ പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മളിതിലോട്ട് മാറ്റുകയാണ്. വലിയ പ്ലേറ്റ് എടുത്തു. ഇതിലേക്ക് ഞാൻ കുറച്ച് അട്ടാണിപ്പരിപ്പ്, അതായത് കടലപ്പരിപ്പ്, എന്തോ പറയുന്നത്, അട്ടാണിപ്പരിപ്പ് എന്നാണ് ഞാൻ പറയണത്. ഇത് കുറച്ച് നമുക്ക് ഉണ്ടെങ്കിൽ, നിർബന്ധമൊന്നും ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് തരാം. കപ്പലിൻ്റെ ഇടാം, അപ്പോൾ നമ്മുടെ സൗകര്യം പോലെ. നമുക്കിതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് മതിയാവും. ഓവറായാക്കുള്ളൂ മഞ്ഞൾപ്പൊടിക്ക് ഒരു കുത്തലില്ലേ. അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി, എരിവ് നല്ല ഇഷ്ടമുള്ളവരാണ് കുറച്ച് കൂടുതലിടാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. അതിൻ്റെ കൂടെ ഒരൽപ്പം കായം പൊടിയും കൂടി ഇട്ടു. ഇനി നമുക്ക് ഉപ്പ് നമ്മൾ നോക്കണം, എത്ര വേണം ഇട്ട് നോക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കുമ്പോൾ അറിയാമല്ലോ ഉപ്പ് എത്ര വേണമെന്ന്. നന്നായിട്ട് മിക്സ് ചെയ്യാം. അതീവ രുചികരമായ, വെറും 5 മിനിറ്റ് മതി ഇത് ഉണ്ടാക്കാനായിട്ട്. പെട്ടെന്ന് ഉണ്ടാക്കാം. നമുക്ക് ആരെങ്കിലും വന്നിരിക്കുമ്പോഴായിരിക്കും, നമുക്കൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ നല്ല രസത്തിന് ഞാനിത് കാണിച്ചു തരാം. കണ്ടോ, കുട്ടികളാകുമ്പോൾ മുളകൊന്നും തന്നെ, നമുക്കൊക്കെ വേണമെങ്കിൽ മുളകൊക്കെ ഒരു കഷ്ണം മുളക് കൂടെ എടുക്കാം. മുളക് വരണില്ല. ചായയുടെ കൂട്ടൊക്കെ നല്ല രസമാണ് കഴിക്കാനായിട്ട്.
ആഹാ, എല്ലാ സ്വാദും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത്ര നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം. വേണമെങ്കിൽ ഇത് കുറച്ച് പഞ്ചസാരയും കൂടെ ഇടാം. അപ്പോൾ ആ ഉപ്പും എരിവും മധുരവും കൂടെ ആകുമ്പോൾ ഒരു നല്ല രസമായിരിക്കും. എനിക്ക് മധുരമുള്ള ഇഷ്ടമാണ്, അപ്പോൾ ഞാൻ ഇത്തിരി പഞ്ചസാര ഇട്ടു. നിർബന്ധമേ ഇല്ല. പഞ്ചസാര മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം, ഇല്ലാത്തവർ വേണ്ട. മധുരം ഇടണമെന്ന് ഒരു നിർബന്ധമില്ല. മധുരം ഇല്ലാതെയാണ് ഉണ്ടാക്കണം നല്ലത്. ഞാൻ ഇച്ചിരി മധുരം കൂടെ ഇട്ടു.